ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ബൈ ആർച്ചിബാൾഡ് ജോസഫ് ക്രോണിൻ, അല്ലെങ്കിൽ AJ ക്രോണിൻ എന്നറിയപ്പെടും. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. AJ ക്രോണിൻ was a Scottish novelist and a physician. His career as a novelist started in 1930 when he was designated with a chronic ulcer and was compelled to take 6 months complete rest. During this time, he was able to indulge in his lifelong desire to write a novel, having previously written nothing but prescriptions and scientific papers. His first novel was Hatter's Castle, and the most popular being The Citadel. Many of his stories have been adapted to Hollywood movies. ആർച്ചിബാൾഡ് ജോസഫ് ക്രോണിൻ അഥവാ AJ ക്രോണിൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റും ഒരു ഡോക്ടറുമാണ്. അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് 1930 കൂടിയാണ് അദ്ദേഹം ഒരു നോവലിസ്റ്റായിട്ട് കരിയർ ആരംഭിക്കുന്നത്. അതിലേക്ക് അദ്ദേഹം എത്തിപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ക്രോണിക് ഒരു അൾസർ രോഗം പിടിപെട്ടതോടുകൂടി 6 മാസം കംപ്ലീറ്റ് റെസ്റ്റ് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ലൈഫ് ലോങ് ഡിസയർ ആയിരുന്നു ഒരു നോവൽ എഴുതുക എന്നുള്ളത്. മുൻപൊന്നും തന്നെ ഒന്നും തന്നെ എഴുതാത്ത അദ്ദേഹം പ്രിസ്ക്രിപ്ഷനോ അതുപോലെ സയന്റിഫിക് പേപ്പേഴ്സോ മാത്രമേ എഴുതിയിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ ഹാറ്റേഴ്സ് കാസ്റ്റിൽ വൻ വിജയമായിരുന്നു. കൂടാതെ സിറ്റാഡൽ എന്നുള്ള നോവലും. അദ്ദേഹത്തിന്റെ കഥകൾ ധാരാളം ഹോളിവുഡ് സിനിമകൾക്ക് സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്, ഞാൻ നടത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച നിക്ഷേപം എന്ന ഈ ചെറുകഥയിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. ഓൺ ദ സെക്കൻഡ് ഡേ ഔട്ട് ഫ്രം ന്യൂയോർക്ക്, while making the round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. I wanted to rest, to avoid the tedium of casual and importunate shipboard contacts. I gave no sign of having noticed the man. ഈ സ്റ്റോറി പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ നറേഷനിലാണ്. അപ്പൊ AJ ക്രോണിൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവ കഥയാണ് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഓൺ ദ സെക്കൻഡ് ഡേ ഔട്ട് ഫ്രം ന്യൂയോർക്ക്, ന്യൂയോർക്കിൽ നിന്നുള്ള ഞങ്ങളുടെ യാത്രയുടെ 2ാം ദിനം, വൈൽ മേക്കിംഗ് ദ റൗണ്ട് ഓഫ് ദ പ്രൊമനോഡ് ഡെക്ക്. ആ പ്രൊമനേഡ് ഡെക്കില്ല, ഡെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പലിന്റെ മുകൾ തട്ട്. ആ മുകൾ തട്ടിലൂടെ ഞാൻ നടക്കുമ്പോൾ, പ്രൊമനേഡ് എന്ന് പറഞ്ഞാൽ എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ് എന്നാണ്. എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ്, നടക്കാനുള്ള സ്ഥലം. അപ്പൊ കപ്പലിന്റെ മുകൾ തട്ടിൽ ആ നടക്കാനുള്ള സ്ഥലത്തിലൂടെ ഞാൻ നടക്കുമ്പോൾ, ഐ സഡൻലി ബിക്കം അവെയർ, ഞാൻ പെട്ടെന്ന് തന്നെ അവെയർ, ബോധവാനായി മാറി. വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വാസ് വാച്ചിങ് മീ ക്ലോസ്ലി. വൺ ഓഫ് ദ പാസഞ്ചർ, ഒരു യാത്രക്കാരൻ എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഈ ഫോളോയിങ് മീ വിത്ത് ഹിസ് ഗെയ്സ് എവറി ടൈം, ഞാൻ ആ വഴി കടന്നു പോകുമ്പോഴൊക്കെ ഫോളോയിങ് ഹിസ് ഗെയ്സ്, ഗെയ്സ് എന്ന് പറഞ്ഞാൽ നോക്കുക, ലുക്ക് എന്നാണ്. ഗെയ്സ് മീൻസ് ലുക്ക്, നോട്ടം. അദ്ദേഹത്തിന്റെ നോട്ടം എന്നെ പിന്തുടരുന്നു. ഐ വാണ്ടഡ് ടു റെസ്റ്റ്, ടു അവോയ്ഡ് ദ ടീഡിയം ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് ഷിപ്ബോർഡ് കോണ്ടാക്ട്. ഐ വാണ്ടഡ് ടു ടേക്ക് റെസ്റ്റ്, എനിക്ക് വിശ്രമിക്കണമായിരുന്നു. ടു അവോയ്ഡ്, അവോയ്ഡ് ഒഴിവാക്കുക. ടീഡിയം, ടീഡിയം എന്ന് പറഞ്ഞാൽ ബോർഡം, ബോർഡം, BOREDM, BOREDOM. ബോർഡം മീൻസ് മുഷിപ്പ്, ബോറിംഗ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോറയക്കുന്ന കോണ്ടാക്റ്റുകൾ, ബന്ധങ്ങൾ, ബോറടിപ്പിക്കുന്ന ഇത്തരം ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യാനായിരുന്നു എനിക്ക് ആഗ്രഹം. ഇമ്പോർച്ചുനേറ്റ് ഷിപ്ബോർഡ് കോണ്ടാക്ട്. ഇമ്പോർച്ചുനേറ്റ്, എന്താ ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ ആസ്കിങ് ക്വസ്റ്റ്യൻ ഇൻ അനോയിങ് വേ, നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ, തൊട്ടതും പിടിച്ചതിന് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന
ആളുകൾ എന്താ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇൻ അനോയിങ് വേ, ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ ഇത്തരത്തിൽ ബോറടിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ ആയിട്ടുള്ള ബന്ധം പരമാവധി ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് റെസ്റ്റ് എടുക്കണമായിരുന്നു. ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ് ദ മാൻ. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഞാൻ അയാളെ കണ്ടില്ല എന്ന്, നോട്ടീസ്ഡ് ഹിം, അയാളെ ശ്രദ്ധിച്ചില്ല എന്ന് രീതിയിൽ കടന്നുപോയി. ഞാൻ അയാളെ കണ്ടു എന്നുള്ളതിന് യാതൊരു സിഗ്നലും യാതൊരു സൈനും ഞാൻ നൽകിയില്ല. ടെക്സ്റ്റിലെ സൈഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ്, ഹാവ് യു കം അക്രോസ്, കം അക്രോസ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക. ഹാവ് യു കം അക്രോസ് എനി പേഴ്സൺ വിത്ത് അൺഫോർച്ചുനേറ്റ് ബിഹേവിയർ. ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഡെസ്ക്രൈബ് യുവർ ആൻസേഴ്സ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് വിവരിക്കുക എന്നാണ് പറഞ്ഞത്. നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കിടക്കാം. Yet there was nothing importunate about him. On the contrary, he seemed affected by a troubled, rather touching diffidence. Yet, എങ്കിലും, he was nothing importunate. അദ്ദേഹം എന്നെ വന്ന് ശല്യപ്പെടുത്തിയൊന്നും ചെയ്തില്ല. അദ്ദേഹം എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അദ്ദേഹം എന്നെ ദേഷ്യപ്പെടുത്തിയില്ല. On the contrary, നേരെ മറിച്ച് he seemed affected by troubled. He seemed, അയാളെ എങ്ങനെ കാണപ്പെട്ടു? അദ്ദേഹം വളരെ ട്രബിൾഡ് ആയിട്ട്, അസ്വസ്ഥനായിട്ട് ഞാൻ കാണപ്പെട്ടു. rather touching diffidence. A touching diffidence. എന്താ ഡിഫിഡൻസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഷൈനസ് എന്ന് പറയാം. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓർ ഷൈനസ്. അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ല, അദ്ദേഹത്തിന് തീർത്തും ആത്മവിശ്വാസം ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ അദ്ദേഹം വളരെ ഷൈ ആയിട്ട് നാണമുള്ള ഒരു വ്യക്തിയെ പോലെയാണ് എനിക്ക് തോന്നിയത്. He was in his early 40s, rather short build, with a fair complexion and clear blue eyes. അദ്ദേഹത്തിന്റെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫീച്ചർ നമ്മുടെ ക്രോണിൻ നമ്മളോട് പറയാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് നമ്മൾ എഴുതാവുന്ന ഒന്നാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫീച്ചർ എന്തായിരുന്നു നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. കൃത്യമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹം? He was in his early 40s. അദ്ദേഹം 40കളുടെ തുടക്കത്തിലാണ് എന്ന് പറഞ്ഞാൽ 40 വയസ്സാവുന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. 40 വയസ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. റാദർ ഷോർട്ട് ഇൻ ബിൽഡ്. അദ്ദേഹത്തിന്റെ ആ ശരീരപ്രകൃതം എന്താണ്? ഷോർട്ട്, വലിയ നീളമൊന്നുമില്ല, ഒരു ചെറിയ മനുഷ്യനാണ്. വിത്ത് ഫെയർ കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കളർ ഓഫ് സ്കിൻ എന്നാണ് കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. തൊലിയുടെ നിറം. എന്ത് നിറമാണ്? ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് നിറമായിരുന്നു? വെളുത്ത നിറമുള്ള ഒരു മനുഷ്യനാണ്. ക്ലിയർ ബ്ലൂ ഐസ്, നല്ല നീല കണ്ണുകളായിരുന്നു അദ്ദേഹത്തിന്. His thin hair had begun to recede from his forehead. അദ്ദേഹത്തിന്റെ തിൻ ഹെയർ, ആ മെലിഞ്ഞ മുടികൾ, ആ കോലം മുടികൾ എന്ന് പറയുന്നു നമ്മൾ. ആ മെലിഞ്ഞ മുടികൾ എന്ത് ചെയ്യുന്നു? ബിഗൻ ടു റിസീഡ് ഫ്രം ഹിസ് ഫോർഹെഡ്. ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റിത്തടം. അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് റിസീഡ്. എന്താ റിസീഡ് എന്ന് പറഞ്ഞാൽ? സ്റ്റോപ്പ് ഗ്രോവിങ് എന്നാണ്. സ്റ്റോപ്പ് ഗ്രോവിങ്, വളരാതിരിക്കുക, വളർച്ച മുരടിക്കുക എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് നെറ്റിത്തടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുടിയുടെ വളർച്ച മുരടിച്ചിട്ടുണ്ട്. അതായത് നെറ്റിയിലൊന്നും എന്തില്ല? മുടി ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പൊ കുറച്ച് കഷണ്ടി ആയിട്ടുള്ള ഒരു തലയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഹിസ് ഡാർക്ക് സ്യൂട്ട്, സോബർ ടൈ ആൻഡ് റിംലെസ് സ്പെക്ടക്കിൾസ് gave evidence of a serious and reserved disposition. His dark suit, അദ്ദേഹത്തിന്റെ കറുത്ത നിറത്തിലുള്ള സ്യൂട്ട് ധരിച്ചിട്ടുണ്ട്. സോബർ ടൈ, സോബർ ആയിട്ടുള്ള ഒരു ടൈ ധരിച്ചിട്ടുണ്ട്. എന്താ സോബർ എന്ന് പറഞ്ഞാൽ? നോട്ട് ടു ബ്രൈറ്റ് ഇൻ കളർ, വലിയ നിറമില്ലാത്ത, അല്ലെ, വലിയ കളറൊന്നും ഇല്ലാത്ത ഒരു ടൈ ആണ് അദ്ദേഹം കെട്ടിയിരുന്നത്. ആൻഡ് റിംലെസ് സ്പെക്ടക്കിൾ, സ്പെക്സ് ആണ്, സ്പെക്ടക്കിൾ, കണ്ണടയുണ്ട്. ആ കണ്ണടയ്ക്ക് എന്തുണ്ടായിരുന്നില്ല? ഫ്രെയിം. അപ്പൊ ഫ്രെയിം ഒന്നും ഇല്ലാത്ത കണ്ണടയായിരുന്നു അദ്ദേഹത്തിന്. ഗ്ലാസ് ഇങ്ങനെ തുളച്ചിട്ട് കാലിടുന്ന ഒരു കണ്ണടയായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ആ കോട്ടും അദ്ദേഹത്തിന്റെ ടൈയും അദ്ദേഹത്തിന്റെ സ്പെക്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എ സീരിയസ് ആൻഡ് റിസർവ്ഡ് ഡിസ്പോസിഷൻ, വളരെ സീരിയസ് ആയിട്ട് വളരെ ഗൗരവമുള്ള ഒരു ഡിസ്പോസിഷൻ, ഒരു ക്യാരക്ടർ. ഡിസേർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പെക്ട്ഫുൾ എന്നാണ്, ബഹുമാനം തോന്നുന്ന ഒരു ഡിസ്പോസിഷൻ. ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ. അപ്പോൾ വളരെ ബഹുമാനം തോന്നുന്ന, ഗൗരവമുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് തോന്നും.
At this point, the bugle sounded for dinner and I went below. ഈ സമയം ബ്യൂഗിൾ എന്ന് പറഞ്ഞാൽ ട്രംപറ്റ് അല്ലെങ്കിൽ സൗണ്ട് ഓഫ് സിഗ്നൽ എന്നാ അല്ലെ. സിഗ്നൽ മുഴങ്ങി. എന്തിനുള്ള ടൈമായിരുന്നു? ആ ഷിപ്പിൽ ഡിന്നറിനുള്ള ടൈമായി എന്ന് അറിയിക്കുന്ന അലാറം മുഴങ്ങി. ഞാൻ നേരെ എന്ത് ചെയ്തു? വെന്റ് ബിലോ, താഴോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ ഈ ഷിപ്പിന്റെ പ്രൊമനേഡ് ഡെക്കിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചത്. അപ്പോഴേക്ക് സൈറൺ മുഴങ്ങി, ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ സൈഡ് ക്വസ്റ്റ്യൻ 2 നോക്കാം. വൈ വാസ് ദ നറേറ്റർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ മാൻ ഹൂ വാസ് വാച്ചിങ് ഹിം? തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി അല്ലെ, അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ വലിയ താല്പര്യമൊന്നും നമ്മുടെ നറേറ്റർ കഥാകാരൻ കാണിച്ചില്ല. എന്തുകൊണ്ടാണ് കഥാകാരന് അതിന് താല്പര്യം കാണിക്കാതിരുന്നത്? നമുക്കറിയാം അദ്ദേഹത്തിന് ഈ ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന്. Third paragraph. On the following forenoon, I again observed my fellow voyager watching me earnestly from his deck chair. തുടർന്ന് അടുത്ത ഫോർനൂണില് ഞാൻ വീണ്ടും അദ്ദേഹത്തെ കണ്ടു. ഹി അഗെയിൻ ഒബ്സർവിങ് മീ, അദ്ദേഹം വീണ്ടും എന്നെ വാച്ചിങ് മീ, എന്നെ വളരെ ഏണസ്റ്റ്ലി താല്പര്യത്തോടു കൂടി അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൈ ഫെലോ വൊയേജർ, വൊയേജർ എന്ന് പറഞ്ഞാൽ ആരാണ്? കപ്പൽ യാത്രക്കാരനാണ് വൊയേജർ, എൻ്റെ ഫെലോ വൊയേജർ. അപ്പൊ എൻ്റെ ആ സഹയാത്രികൻ അദ്ദേഹം വളരെ ഏണസ്റ്റ് ആയിട്ട് വളരെ താല്പര്യത്തോടു കൂടി ഓൺ ദ ഡെക്ക് ചെയർ, ആ ഡെക്ക് ചെയറിൽ ഇരുന്നു കൊണ്ട് എന്നെ നിരീക്ഷിക്കുന്നത് ഞാൻ കണ്ടു. നൗ എ ലേഡി വാസ് വിത്ത് ഹിം. പക്ഷെ ഈ പ്രാവശ്യം അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ത്രീ കൂടിയുണ്ട്. ഒബിയസ്ലി ഹിസ് വൈഫ്, ഒബിയസ്ലി ഹിസ് വൈഫ്, പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം അത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. The situation by this time had begun to intrigue me. This time, ഇപ്രാവശ്യം സാഹചര്യം, ഈ ഒരു അവസ്ഥ എന്തായി? intrigue me. intrigue എന്ന് പറഞ്ഞാൽ എന്താണ്? becoming interested in knowing something എന്നാണ്. becoming interested in knowing something, അറിയാനുള്ള ആഗ്രഹം. ഈ പ്രാവശ്യം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായി അറിയാനുള്ള ആഗ്രഹം തോന്നി. എന്തിനായിരിക്കും അദ്ദേഹം എന്നെ തന്നെ നോക്കുന്നത്? ആരാണ് അദ്ദേഹം എന്ന് അറിയാനുള്ള ഒരു താല്പര്യം തോന്നി. I discovered from my steward that they were Mr. and Mrs. John. ഞാൻ എൻ്റെ സ്റ്റിവാർഡിന്റെ സഹായത്തോടു കൂടി, എൻ്റെ സഹായിയുടെ അല്ലെ, എന്നെ മെഡിക്കൽ ഇൻസ്പെക്ഷനിൽ എന്നെ സഹായിക്കുന്ന എൻ്റെ സ്റ്റിവാർഡിന്റെ സഹായത്തോടു കൂടി ഡിസ്കവേർഡ് ഞാൻ കണ്ടെത്തി. അവരാരാണ്? അവർ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ ആണ് എന്ന് ഞാൻ കണ്ടെത്തി. ഫ്രം എ സ്മോൾ സബർബ് ഓഫ് ലണ്ടൻ. അവരെവിടെ നിന്നാ വരുന്നത്? ലണ്ടനിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന്. എ സ്മോൾ സബർബ് എന്ന ഒരു ചെറിയ പ്രദേശമാണ്. ലണ്ടൻ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് വരുന്നവരാണ്. അവരുടെ പേര് മിസ്റ്റർ ജോണും മിസ്സിസ് ജോണും എന്നാണ് ഞാൻ മനസ്സിലാക്കി. When another day passed without event, സംഭവങ്ങളൊന്നുമില്ലാതെ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ another day passed, അങ്ങനെ ഒരു ദിവസം കൂടി കടന്നുപോയി. I began to feel certain that Mr. John would remain too shy to carry out his obvious desire to approach me. എനിക്ക് ഉറപ്പ് തോന്നി, ഫീൽ സർട്ടേനിറ്റി അല്ലെ, എനിക്ക് തീർച്ചയായിട്ടും തോന്നി ആ മിസ്റ്റർ ജോണിന് വളരെ ടൂ ഷൈ, അദ്ദേഹം വളരെയധികം ലജ്ജാലുവാണ്, വളരെയധികം നാണമാണ്. എന്തിന്? he has an desire to approach me. അദ്ദേഹത്തിന് ഡിസയർ, ആഗ്രഹമുണ്ട് എന്നെ സമീപിക്കാൻ, എന്നോട് സംസാരിക്കാൻ, എന്തോ ചോദിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ അതിന് അദ്ദേഹത്തിന് ഭയങ്കര മടിയാണെന്ന് എനിക്ക് തോന്നി. However, on our final evening at the sea, Mrs. John had decided the matter. എന്നിരുന്നാലും ഞങ്ങളുടെ ഫൈനൽ ഈവനിങ്, ആ കപ്പൽ യാത്രയിലെ അവസാനത്തെ വൈകുന്നേരത്തില് മിസ്സിസ് ജോണ് ആ മാറ്ററിന്, ആ കാര്യത്തിന്, ആ വിഷയത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കി. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് മിസ്സിസ് ജോൺ ചെയ്തത്? എന്തായിരുന്നു ആ മാറ്ററിന്, എങ്ങനെയാണ് അവര് ആ ഡിസിഷൻ ഉണ്ടാക്കിയത് എന്ന്. With a firm pressure on his hand and a whispered word in his ear, she urged her husband towards me as I passed along the deck.
വിത്ത് എ ഫേം പ്രഷർ, നല്ല ഉറപ്പോട്. പ്രഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മർദ്ദം ചെലുത്തുക അല്ലെ? അപ്പൊ ഭർത്താവിന്റെ ആ കയ്യിൽ ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് ഷീ വിസ്പേർഡ് എ വേർഡ് ഹിസ് ഇയർ, അദ്ദേഹത്തിന്റെ ചെവിയിൽ അവൾ ഇങ്ങനെ എന്ത് ചെയ്തു? വിസ്പേർഡ്. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? മർമർ, മന്ത്രിക്കുക. എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ട്, ഭർത്താവിന്റെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ട്. ഷീ എർജ്ഡ് ഹർ ഹസ്ബൻഡ് ടുവേർഡ്സ് മീ. എർജ് ചെയ്യാ, പ്രേരിപ്പിക്കുക. ഭർത്താവിനെ എന്റെ നേരെ, ഞാനിങ്ങനെ കടന്നു പോകുമ്പോ പാസ് അലോങ് ദ ഡക്ക്, ആ ഡക്കിലൂടെ കടന്നു പോകുമ്പോ എന്റെ നേരെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളി വിട്ടു. പോ ചെന്നിട്ട് സംസാരിക്കെന്ന് പറഞ്ഞിട്ട് അവള് അദ്ദേഹത്തെ എന്റെ അരികിലേക്ക് തള്ളി വിടുന്നത് കണ്ടു. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. നറേറ്റർ ഒബ്സർവ് ദ മാൻ, ഡെസ്ക്രൈബ് ഹിം വിവിഡ് ടേംസ്. നമ്മുടെ കഥാകാരൻ ആ മനുഷ്യനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വ്യത്യസ്തമായ ഘടകങ്ങളിലൂടെ അദ്ദേഹത്തെ നമ്മുടെ അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിറം എന്താണ്, കണ്ണിന്റെ നിറം എന്താണ്, മുടിയുടെ പ്രത്യേകത എന്താണ്, ഡ്രസ് എന്താണ്, അദ്ദേഹത്തെ കാണാൻ എങ്ങനെയുണ്ട്, അതൊന്ന് ചോദ്യത്തിന് ഉത്തരമായി നിങ്ങളോട് വിവരിക്കുക എന്നാണ് പറഞ്ഞത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ നറേറ്റർ നോട്ടീസ് ദ ഫെലോ വോയേജർ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം നമ്മുടെ നറേറ്റർ ആ ഫെലോ വോയേജറിനെ കുറിച്ച്, ആ സഹയാത്രികനെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ മനസ്സിലാക്കിയത്? ഈ പാഠഭാഗത്തിന്റെ രണ്ടാം ഭാഗവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.